എബ്രായരുടെ ലേഖനം 10-ാം അധ്യായം 19 മുതൽ 22 വരെ നമ്മൾ വായിക്കുമ്പോൾ ഏകദേശം അതിൻ്റെ അവസാന ഭാഗത്ത് ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ശുദ്ധഹൃദയം കർത്താവ് വളരെയധികം ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്നാൽ നമുക്കിത് സ്വന്തമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനം 51:10 ഇപ്രകാരം പറയുന്നു: ഒരു നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ വെക്കണമേ എന്ന്. അതിന് ഒരുപാട് വില നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഒരു ശുദ്ധ ഹൃദയത്തിനായിട്ട്. ആ വിലയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധ ഹൃദയമായിട്ട് പരമാർത്ഥ ഹൃദയമായിട്ട് മാറുന്നു. അതിനൊരു പ്രതിഫലവുമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 5:8 പറയുന്നു, ശുദ്ധ ഹൃദയമുള്ളവർ അവർ ദൈവത്തെ കാണും എന്ന്. അതെ, നമ്മുടെ എല്ലാം ഹൃദയങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ ഇച്ഛകളും അതിൻ്റെ മോട്ടീവ്സും എല്ലാം വളരെ ക്ലിയറായിട്ട്, വളരെ പ്യുവറായിട്ട് കർത്താവ് നമ്മളെ മാറ്റട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ പ്രാർത്ഥന, കർത്താവെ, ഒരു പരമാർത്ഥ ഹൃദയം എന്നിലേക്ക് തരണമേ, ഒരു നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ എന്നാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നിർമ്മലമായ ഒരു ഹൃദയം കർത്താവെ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, ഞങ്ങളുടെ എല്ലാ ഇച്ഛകളും, ഞങ്ങളുടെ എല്ലാ മോട്ടീവ്സും ഇൻറ്റൻഷൻസും എല്ലാം അങ്ങയെ പ്രസാദിപ്പിക്കുന്നത് മാത്രമായി മാറട്ടെ. അങ്ങനെ ഞങ്ങൾ അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരായി ഞങ്ങൾ തീരുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി. അതിനുള്ള കൃപ അങ്ങ് തരുന്നതിനായിട്ട് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പ. എല്ലാ മാനവും മഹത്വവും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.